മാതൃഭൂമി കൂടി ഒരു കാര്യം അടിവരയിട്ട് പറയുന്നുണ്ട്. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF വിജയിക്കുമെന്നും കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സർക്കാർ ഉണ്ടാകുമെന്നാണ് മാതൃഭൂമി അവരുടെ സർവേയിൽ ചൂണ്ടിക്കാണിക്കുന്നത്. വളരെ വിപുലമായ സർവേയാണ് മാതൃഭൂമി നടത്തിയിട്ടുള്ളത്. 3 ദിവസങ്ങൾ കൊണ്ട് മാത്രമേ സർവേയുടെ പൂർണ്ണഫലം പുറത്തുവരികയുള്ളൂ. അത്രമാത്രം മുന്നൊരുക്കങ്ങൾ നടത്തിയാണ് മാതൃഭൂമി സർവേ നടത്തിയിരിക്കുന്നത്. ഓരോ മണ്ഡലങ്ങളും സമഗ്രമായി പഠിച്ച് വിശകലനം ചെയ്താണ് മാതൃഭൂമി സർവേ തയ്യാറാക്കിയിരിക്കുന്നത്. സർവേയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കാം. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലെ ട്രെൻഡ് എന്താണെന്നറിയാനാണ് മാതൃഭൂമി സർവേ നടത്തിയത്. ആദ്യ ദിനത്തിൽ 35 മണ്ഡലങ്ങളുടെ ഫലം പുറത്തു വന്നപ്പോൾ 16 മണ്ഡലങ്ങളിൽ LDF, 16 UDF എന്നിങ്ങനെയാണ് ഫലം വന്നത്. NDAക്ക് സീറ്റുകളൊന്നും തന്നെ സർവേയിൽ ലഭിച്ചിട്ടില്ല. ശേഷിച്ച 3 ശക്തമായ പോരാട്ടം നടക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. മഞ്ചേശ്വരം, നെയ്യാറ്റിൻകര, ഇടുക്കി എന്നീ മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരം നടക്കുമെന്നാണ് സർവേയിൽ പറയുന്നത്. മഞ്ചേശ്വരത്ത് NDAയും UDFും തമ്മിലാണ് മത്സരം നടക്കുന്നത്. മാതൃഭൂമി പുറത്തുവിട്ട സർവേ പ്രകാരം 9 LDF സിറ്റിംഗ് സീറ്റുകൾ UDF പിടിച്ചെടുക്കുമെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. റാന്നി, അരുവിക്കര, പീരുമേട്, അടൂർ, കുന്നത്തൂർ, തിരുവനന്തപുരം, കുന്നത്തുനാട്, തവനൂർ, തൃശൂർ എന്നിവിടങ്ങളിൽ നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ UDF പിടിച്ചെടുത്തേക്കാമെന്നാണ് സർവേ ചൂണ്ടിക്കാട്ടുന്നത്. അതേസമയം പുറത്തുവിട്ട 35 മണ്ഡലങ്ങളിലെ സർവേ ഫലങ്ങൾ ഒരു സിറ്റിംഗ് സീറ്റ് പോലും UDFന് നഷ്ടപ്പെട്ടേക്കില്ല എന്നാണ് പ്രവചിക്കുന്നത്. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തനത്തെ എങ്ങനെ വിലയിരുത്തുന്നു എന്ന ചോദ്യത്തിന് വളരെ മികച്ചതെന്ന് 16.87% പേരും, മികച്ചത് എന്ന് 23.55% പേരും, ശരാശരി എന്ന് 28.32% പേരും, മോശമെന്ന് 20.86% പേരും അഭിപ്രായപ്പെടുന്നുണ്ട്. വളരെ മോശമെന്നാണ് 9.89% പേർ അഭിപ്രായപ്പെടുന്നത്. അതേസമയം UDFന്റെ പ്രവർത്തനം വളരെ മികച്ചത് എന്ന് 7.74% പേർ മാത്രമാണ് പ്രതികരിച്ചത്. മികച്ചത് എന്ന് 22.43% പേരും, ശരാശരി എന്ന് 42.02% പേരും, മോശമെന്ന് 22.01 പേരും, വളരെ മോശമെന്ന് 5.79 പേരും അഭിപ്രായപ്പെടുന്നുണ്ട്. ശബരിമല സ്വർണ്ണക്കൊള്ള വിവാദം തിരഞ്ഞെടുപ്പിൽ ആരെ ബാധിക്കുമെന്ന ചോദ്യത്തിന് LDFനെ ബാധിക്കുമെന്നായിരുന്നു കൂടുതൽ പേരും സർവേയിൽ പ്രതികരിച്ചത്. 52.09% പേരാണ് ശബരിമല സ്വർണ്ണക്കൊള്ള LDFനെ ബാധിക്കുമെന്ന് പ്രതികരിച്ചത്. UDFനെ ബാധിക്കുമെന്ന് 11.33% പേരും, LDFനെയും UDFനെയും ഒരുപോലെ ബാധിക്കുമെന്ന് 16.03% പേരും പ്രതികരിക്കുന്നുണ്ട്. അതേസമയം സ്വർണ്ണക്കൊള്ള വിഷയം തിരഞ്ഞെടുപ്പിനെ ബാധിക്കില്ലെന്ന് 19.24% പേർ പ്രതികരിക്കുന്നുണ്ട്. 4 ദിവസങ്ങളിലായി സർവേ ഫലങ്ങൾ മാതൃഭൂമി പുറത്തുവിടും. ശനി, ഞായർ, തിങ്കൾ ദിനങ്ങളിൽ ബാക്കിയുള്ള മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സ്ഥിതികളെക്കുറിച്ചുള്ള സർവേ പ്രവചനങ്ങൾ ഉണ്ടാകും. മാതൃഭൂമിക്ക് വേണ്ടി സിറ്റിസൺ ഒപ്പീനിയൻ റിസർച്ച് ആൻഡ് ഇവാലുവേഷൻ സെന്റർ കോർ ആണ് സർവേ നടത്തിയിരിക്കുന്നത്. 10,000 കേന്ദ്രങ്ങളിൽ നിന്ന് 28,432 സാമ്പിളുകളാണ് സർവേയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഓരോ മണ്ഡലങ്ങളിലും MLA മാർക്ക് എത്രത്തോളം ജനസ്വീകാര്യതയുണ്ട്, പിണറായി സർക്കാരിന് ജനം എത്ര മാർക്ക് നൽകും, പ്രതിപക്ഷത്തിന്റെ പ്രവർത്തനം ജനം എങ്ങനെ വിലയിരുത്തുന്നു, ആരാകണം അടുത്ത മുഖ്യമന്ത്രി തുടങ്ങിയ ചോദ്യങ്ങൾക്ക് ജനം മറുപടി പറയുന്നുണ്ട്. 35 മണ്ഡലങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യമാണ് മാതൃഭൂമി പുറത്തുവിട്ടത്. UDF സിറ്റിംഗ് സീറ്റുകൾ നിലനിർത്തുമെന്നതിൽ നിന്ന് ബാക്കി ദിവസത്തെ ട്രെൻഡ് നമുക്ക് ഊഹിക്കാം. ശക്തമായ ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സംസ്ഥാനത്ത് ശേഷിക്കുന്ന ഫലങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ 100-നടുത്ത സീറ്റുകളിലേക്ക് UDF എത്തുവാനാണ് സാധ്യതകൾ കാണുന്നത്. അതേസമയം LDFന്റെ പല സിറ്റിംഗ് സീറ്റുകളും അവർക്ക് അടിയറവ് വയ്ക്കേണ്ടി വരുമെന്നും പറയുന്നുണ്ട്.